രാജീവ് ജോസഫും റിപ്പബ്ലിക്കൻ കോൺഗ്രസ് പാർട്ടിയും എന്ന പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. 1980 മുതൽ 85 വരെ പുസ്തകങ്ങൾക്ക് വേണ്ടി രാജീവ് ജോസഫ് ആശ്രയിച്ചിരുന്നത് സ്വന്തം നാടായ മുണ്ടാനൂരിലെ നേതാജി സ്മാരക ഗ്രന്ഥാലയമായിരുന്നു. 1984 സ്വന്തമായി ചെറിയൊരു ലൈബ്രറി വീട്ടിൽ തുടങ്ങി. 500ഓളം പുസ്തകങ്ങൾ അപ്പോഴുണ്ടായിരുന്നു. നുച്ചാട് UP സ്കൂളിലെ അധ്യാപകനായിരുന്ന PJ ജെയിംസ് മാസ്റ്ററിന്റെ സ്വകാര്യ പുസ്തക ശേഖരവും ഉളിക്കലിലെ ലിസ്കോ ലൈബ്രറിയും രാജീവിന്റെ വായനാ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചു. 1985 മുതൽ 87 വരെയുള്ള കാലഘട്ടത്തിൽ രാജീവ് സ്വന്തമായി വാങ്ങിച്ച ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളെക്കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെക്കുറിച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചുമായിരുന്നു. ഇലക്ട്രിസിറ്റിയും ടെലിഫോണും ടെലിവിഷനും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന 1985-87 കാലഘട്ടത്തിൽ ലോകം മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്യുവാൻ വേണ്ടി 2 വർഷത്തോളം രാജീവ് ജോസഫ് നടത്തിയ തയ്യാറെടുപ്പുകൾ പുസ്തകങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത അറിവും ഇച്ഛാശക്തിയും കൊണ്ട് മാത്രമായിരുന്നു. പുസ്തകങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണം. വായിക്കുന്നതിലൂടെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് വിപുലീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. സമ്മർദ്ദം കുറയ്ക്കാം. മനസ്സിന് ശാന്തത നൽകി ഉത്കണ്ഠയും സ്ട്രെസ്സും കുറയ്ക്കാൻ വായന സഹായിക്കുന്നു. ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. തുടർച്ചയായ വായന ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു. ഓർമ്മശക്തി കൂട്ടുന്നു. പുസ്തകത്തിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും ഓർമ്മിച്ചു വെക്കുന്നത് തലച്ചോറിന് നല്ലൊരു വ്യായാമമാണ്. വായന മനുഷ്യരിൽ സഹാനുഭൂതി വളർത്തുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളും ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കാനും അവരോട് ചേർന്ന് നിൽക്കുവാനും പുസ്തകങ്ങൾ സഹായിക്കുന്നു. വായന സർഗാത്മകത ഉയർത്തുന്നു. ഭാവനയെ വികസിപ്പിക്കുകയും പുതിയ ആശയങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും വായന സഹായിക്കുന്നു. തെറ്റിദ്ധാരണകളിൽ നിന്ന് മുക്തി നേടാനുള്ള ഏകമാർഗം തുറന്ന മനസ്സോടെ ഇരിക്കുകയും പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കാൻ തയ്യാറാകുകയും ചെയ്യുക എന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് വായിക്കുക എന്നതാണ്. വായിക്കുമ്പോൾ നമുക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുകയും നമ്മുടെ മനസ്സിൽ നിന്ന് തെറ്റായ വിവരങ്ങൾ മാഞ്ഞു പോകാൻ തുടങ്ങുകയും ചെയ്യും. നിരന്തരം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് അറിവിന്റെ ഒരു സമ്പന്നമായ ഡാറ്റാബേസ് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. വായിക്കുന്ന പുസ്തകങ്ങളാൽ അവർ നിരന്തരം ഭൗതികമായി വെല്ലുവിളിക്കപ്പെടുന്നു. വ്യത്യസ്ത പുസ്തകങ്ങൾക്ക് വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. വ്യത്യസ്ത വീക്ഷണ കോണുകളിൽ നിന്ന് നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ മാത്രമേ വിഷയങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ധാരണകൾ വികസിപ്പിക്കാൻ തുടങ്ങുകയുള്ളൂ. പുസ്തകങ്ങൾ നമ്മളെ കൂടുതൽ ജ്ഞാനിയാക്കുന്നു. വിഷയങ്ങളെക്കുറിച്ച് വ്യക്തവും ആഴമേറിയതുമായ ഉൾക്കാഴ്ചകളോടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും കഴിയുന്നതാണ് ജ്ഞാനം. ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരും ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ളവരുമാണ് ജ്ഞാനികൾ. മറ്റുള്ളവരുടെ അനുഭവങ്ങളെയും ഉൾക്കാഴ്ചകളെയും കുറിച്ച് വായിക്കുകയും അവരുടെ ജ്ഞാനത്തിൽ നിന്ന് പലതും പഠിക്കുവാനും പ്രവർത്തിക്കുവാനും രാജീവ് ജോസഫിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിന്റെ 45 വർഷത്തെ ജീവചരിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാവും. 1987 മുതൽ 1994 വരെ ഡൽഹിയിലെ അമേരിക്കൻ സെന്ററും ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയുമായിരുന്നു രാജീവിന്റെ ആശ്രയം. 1994 മുതൽ 96 വരെ ഇന്ത്യ ബുക്ക് ഹൗസിന്റെ ബുക്ക് സെല്ലിംഗ് ഡിവിഷനായ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുക്ക് ഷോപ്പ് ശൃംഖലയായ ക്രോസ് വേർഡ് ബുക്ക് ഷോപ്പിൽ സെയിൽസ്മാനായി രാജീവ് ജോസഫ് ജോലി ചെയ്തത് പുസ്തക ലോകത്തേക്കുള്ള ഏറ്റവും വലിയ കാൽവെപ്പായിരുന്നു. പുസ്തകങ്ങൾ മാത്രമല്ല, ലോകത്തിലെ പ്രമുഖരായ 100 കണക്കിന് എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും പുസ്തക പ്രേമികളായ രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും സിനിമാക്കാരെയും രാജ്യത്തെ ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റുകളെയും ഒക്കെ ക്രോസ് വേർഡ് ബുക്ക് ഷോപ്പിൽ വെച്ച് നേരിൽ കാണുവാനും പരിചയപ്പെടുവാനും രാജീവ് ജോസഫിന് അവസരം ലഭിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ കരൺ സിംഗ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ, സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മേനക ഗാന്ധി, ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ, ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ കപിൽ ദേവ്, മുഹമ്മദ് അസറുദ്ദീൻ, രാജീവ് ഗാന്ധിയുടെയും പിന്നീട് സോണിയ ഗാന്ധിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിയായ വിൻസെന്റ് ജോർജ്, ഇന്ത്യയുടെ മുൻ അറ്റോർണി ജനറൽ ആയിരുന്ന അഡ്വക്കേറ്റ് KK വേണുഗോപാൽ എന്നിവരൊക്കെ ക്രോസ് വേർഡ് ബുക്ക് ഷോപ്പിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. ഇവരിൽ 2 പേരുമായി രാജീവ് ജോസഫിനുണ്ടായിരുന്ന ബന്ധം രാജീവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്ന് പറയാം. 1984 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം മുതൽ രാജീവ് ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചത് മലയാളിയായ വിൻസെന്റ് ജോർജ് ആയിരുന്നു. 1977 ഇന്ദിരാഗാന്ധിയാണ് വിൻസെന്റ് ജോർജിനെ ACC ഓഫീസിൽ നിയമിച്ചത്.
1980 സഞ്ജയ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി AICC ജനറൽ സെക്രട്ടറി ആയപ്പോൾ രാജീവ് ഗാന്ധിയുടെ സെക്രട്ടറിയായി വിൻസെന്റ് ജോർജ് നിയമിക്കപ്പെട്ടു. അന്ന് മുതൽ ഇന്ന് വരെ നെഹ്റു കുടുംബത്തിലെ ഏറ്റവും വിശ്വസ്തനായി വിൻസെന്റ് ജോർജ് നിലകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിന്റെയും ആത്മാർത്ഥതയുടെയും കഠിനാധ്വാനത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ഫലം മാത്രമാണ്. 1987 രാജീവ് ഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് വിൻസെന്റ് ജോർജിനെ രാജീവ് ജോസഫ് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും കടപ്പാടുമുള്ള വ്യക്തി വിൻസെന്റ് ജോർജ് ആണെന്ന് പല ഇന്റർവ്യൂകളിലും രാജീവ് ജോസഫ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ പല പ്രധാനമന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും സംസ്ഥാന മന്ത്രിമാരെയും MP-മാരെയും MLA-മാരെയും സംസ്ഥാന ദേശീയ കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുവാൻ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വിൻസെന്റ് ജോർജ് 4 പതിറ്റാണ്ടോളം പരിചയമുള്ള രാജീവ് ജോസഫിനെ മാത്രം സഹായിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് സ്വാഭാവികമായും എല്ലാവർക്കും സംശയം തോന്നും. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്. രാജീവ് ജോസഫിന്റെ ലോക സൈക്കിൾ യാത്രയിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വിൻസെന്റ് ജോർജ് പലതരത്തിലും രാജീവിനെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ചില ഉന്നത നേതാക്കൾ രാജീവിന്റെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇവരുടെയൊക്കെ പുറകിൽ കളിക്കുന്നത് വെറും നീർക്കോലികളായ കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കളാണെന്നത് വിചിത്രം തന്നെയാണ്. എന്തായാലും വിൻസെന്റ് ജോർജിനെ കൊണ്ട് വലിയൊരു സഹായം രാജീവ് ജോസഫിന് ലഭിച്ചു. 1994 ഡൽഹിയിലെ ക്രോസ് വേൾഡ് ബുക്ക് ഷോപ്പിൽ കുടുംബസമേതം പുസ്തകം വാങ്ങിക്കാനെത്തിയ വിൻസെന്റ് ജോർജ് അവിടെ ജോലി ചെയ്തിരുന്ന രാജീവ് ജോസഫുമായി സൗഹൃദ സംഭാഷണം നടത്തുന്നത് ബുക്ക് ഷോപ്പിന്റെ ജനറൽ മാനേജറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വിൻസെന്റ് ജോർജ് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും രാജീവിനോട് പെരുമാറുന്നത് കണ്ടപ്പോൾ ബുക്ക് ഷോപ്പിന്റെ ജനറൽ മാനേജർ മാത്രമല്ല ബുക്ക് ഷോപ്പിലെ മുഴുവൻ ജോലിക്കാരും അമ്പരന്ന് നിന്നു. പിന്നീട് സംഭവിച്ചതൊക്കെ രാജീവിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്ന് പറയാം. അന്ന് തന്നെ രാജീവ് ജോസഫിന്റെ ശമ്പളം 2 മടങ്ങായി വർദ്ധിപ്പിച്ചു. സെയിൽസ്മാൻ സ്ഥാനത്ത് നിന്നും ബുക്ക് ഷോപ്പിന്റെ അസിസ്റ്റന്റ് മാനേജറായി പ്രമോഷൻ ലഭിച്ചു. ഈ സമയം ബുക്ക് ഷോപ്പിൽ സ്ഥിരമായി വരാറുണ്ടായിരുന്ന മുൻ ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ രാജീവ് ജോസഫിന്റെ തലവര മറ്റൊരു ദിശയിലേക്ക് മാറ്റിയെഴുതി. അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം. ഡൽഹിയിലെ ക്രോസ് വേർഡ് ബുക്ക് ഷോപ്പിലെ ജീവിതം രാജീവിന് സമ്മാനിച്ചത് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കുവാനുള്ള അസാധാരണമായ അവസരമായിരുന്നു. ബുക്ക് വിൽക്കുന്ന സെയിൽസ്മാന് വിൽക്കുന്ന ബുക്കിനെ കുറിച്ച് കൃത്യമായ അറിവും ബോധവും ഉണ്ടാകണമെന്ന് ക്രോസ് വേൾഡ് ബുക്ക് ഷോപ്പിന്റെ മാനേജ്മെന്റിന് നിർബന്ധമുണ്ടായിരുന്നു. ആയതിനാൽ ബുക്ക് ഷോപ്പിലുള്ള എല്ലാ ബുക്കുകളും വായിക്കുവാനും മനസ്സിലാക്കുവാനും രാജീവ് ജോസഫിന് സാധിച്ചു. രാവിലെ ബുക്ക് ഷോപ്പിൽ ജോലിക്കെത്തിയാൽ രാത്രി 8 മണിവരെ പുസ്തകങ്ങൾ വായിക്കുക എന്നതായിരുന്നു പ്രധാന പണി. ഏതെങ്കിലും കസ്റ്റമർ വന്ന് ഏതെങ്കിലും ബുക്ക് ചോദിച്ചാൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ നിന്നും മിനിറ്റുകൾക്കകം പുസ്തകം എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കുവാൻ രാജീവ് ജോസഫിന് കഴിയുമായിരുന്നു. 1996 ഇന്റർനാഷണൽ പബ്ലിക് ലൈബ്രറി എന്ന പേരിൽ വലിയൊരു ലൈബ്രറി ശൃംഖലയ്ക്ക് ഡൽഹിയിൽ രാജീവ് ജോസഫ് തുടക്കം കുറിച്ചു. അടുത്ത സുഹൃത്തുക്കളായ സജി ശിവരാമൻ, സാജൻ ജോസഫ്, ജോൺ വർഗീസ് എന്നിവരടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 25 സുഹൃത്തുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് ഇന്റർനാഷണൽ പബ്ലിക് ലൈബ്രറി ആരംഭിച്ചത്. ഈ അവസരത്തിൽ ഗൾഫിലെ ഏറ്റവും വലിയ ബുക്ക് ഷോപ്പായിരുന്ന ദുബായിലെ ബുക്ക് കോർണറിൽ രാജീവ് ജോസഫിനും ക്രോസ് വേൾഡ് ബുക്ക് ഷോപ്പിന്റെ മാനേജറായിരുന്ന ഹർമിന്ദർ സിംഗിനും ജോലി കിട്ടി. പുസ്തകങ്ങളെ കുറിച്ചുള്ള അഗാധമായ അറിവും പാണ്ഡിത്യവും രാജീവ് ജോസഫിനുണ്ടെന്ന ഒറ്റ കാരണത്താൽ 6 മാസത്തെ ശമ്പളവും വിമാന ടിക്കറ്റും രാജീവിന് അഡ്വാൻസ് കൊടുക്കുവാൻ ദുബായിലെ ബുക്ക് കോർണർ മാനേജ്മെന്റ് തയ്യാറായി. 100 കണക്കിന് പുസ്തകങ്ങളുമായി ദുബായിലെ പുസ്തക ലോകത്തേക്ക് യാത്ര തിരിച്ച രാജീവ് ജോസഫിന്റെ ചരിത്രം അടുത്ത എപ്പിസോഡിൽ പറയാം. റിപ്പബ്ലിക്കൻ ന്യൂസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.